ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഓട്ടുവണ്ടി ഇന്ന് പോകുന്നത് നമ്മുടെ റാന്നി താലൂക്കിലെ ഏറ്റവും തല്ലിപ്പൊളി റോഡ് കാണാൻ വേണ്ടിയിട്ടോ നമ്മൾ പോണത്. ഈ റോഡുള്ളത് നമ്മുടെ പഴവങ്ങാടി പഞ്ചായത്തിലെ 17-ാം വാർഡിലാണ് ഈ റോഡുള്ളത്. ഇത് നമ്മുടെ വലിയ കാവിൽ നിന്ന് മന്നുവതിക്ക് വരുന്ന റോഡാണ്. പഴയ സാന്താമറിയ സ്കൂളിൻ്റെ അതിൽ വരുന്ന റോഡാട്ടോ. ഈ നാട്ടുകാർ പറയുന്നത് ഇതാണ് ഇവിടുത്തെ ഏറ്റവും തല്ലിപ്പൊളി റോഡെന്നാണ് ഈ നാട്ടുകാർ പറയുന്നത്. നമുക്കൊന്ന് പോയി നോക്കാം, ഇത് തല്ലിപ്പൊളി റോഡാണെന്ന് പോയി നോക്കാം. ഇനി നമുക്ക് സ്റ്റാർട്ടിങ്ങിലൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ, അത്യാവശ്യം കുഴപ്പമില്ല. നമുക്ക് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇവിടെയുള്ള സ്ഥാനാർത്ഥികളോട് പറയേണ്ട കാര്യങ്ങൾ, അതായത് ഇവിടുത്തുകാർക്ക് ഇനി വരാൻ പോണ പഞ്ചായത്ത് ഇലക്ഷനിലും അതുപോലെ നിയമസഭ ഇലക്ഷനിലും നിൽക്കുന്ന സ്ഥാനാർത്ഥികളോട് പറയാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഈ റോഡ് ഏറ്റവും തല്ലിപ്പൊളിയാണ്, ഏറ്റവും മോശമാണെന്ന് ആളുകൾ പറയുന്നു. നമ്മൾ റോഡിലൂടെ സഞ്ചരിച്ച് നോക്കുവാണ്, ഇത് തല്ലിപ്പൊളിയാണ്, സഞ്ചരിച്ച് നോക്കുവാണ്. ഇപ്പോൾ റോഡ് കുഴപ്പമില്ല. സ്റ്റാർട്ടിങ്ങിൽ ഒരു 300-400 മീറ്റർ നമ്മൾ സഞ്ചരിച്ചു. ഇവിടെയൊന്നും നമുക്ക് വലിയ കുഴപ്പങ്ങളൊന്നും തോന്നുന്നില്ല കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ കോൺക്രീറ്റ് ചെയ്തേക്കുന്നതാണ്. ഏകദേശം ഞാൻ അന്വേഷിച്ച് പറയാൻ കഴിഞ്ഞാൽ 15 വർഷം മുമ്പ് കോൺക്രീറ്റ് ചെയ്ത ഭാഗമാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കയറ്റം കയറി വരുമ്പോഴാട്ടോ പ്രശ്നങ്ങളുടെ തുടക്കം. ഇവിടുന്ന് പ്രശ്നമാണ്. നമുക്ക് നോക്കാം എന്താണ് പ്രശ്നം നോക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ റോഡ് കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ റോഡിൽ ഇപ്പോൾ നമുക്ക് കാണാം കല്ലും മണ്ണും മാത്രമേ ഉള്ളൂ. ആ കോൺക്രീറ്റ് ചെയ്ത ഭാഗം കഴിഞ്ഞു. ഇവിടെ കല്ലും മണ്ണും മാത്രമേ ഉള്ളൂ. ഇതിലൂടെ ദിവസവും 100 കണക്കിന് വണ്ടികളാണ് ഇതിൽ ദിവസവും പോകുന്നത്. സ്കൂൾ വണ്ടിയുണ്ട്, അല്ലാതെ പ്രൈവറ്റ് വണ്ടിയുണ്ട്, ഓട്ടോറിക്ഷയുണ്ട്, ബൈക്കുണ്ട്, കാറുണ്ട്, എല്ലാം ഉണ്ട്. 100 കണക്കിന് ആളുകൾ പോകുന്ന റോഡാണ് ഈ റോഡ്. ഈ റോഡ് ഇങ്ങനെ ആകാൻ കാരണം എന്താണെന്ന് നമുക്ക് പലരോടും ചോദിച്ചു നോക്കാം. പലരോടും ചോദിച്ചു നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഇതിങ്ങനെ പലരും പറഞ്ഞു നോക്കി. ഈ റോഡിൻ്റെ അവസ്ഥ പലരോടും പറഞ്ഞു നോക്കിയിട്ടും ഒരു മാറ്റവും കാണുന്നില്ല കേട്ടോ. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ റോഡ് ഒന്നാക്കേണ്ട ഉത്തരവാദിത്വം, ഇതൊരു പഞ്ചായത്ത് റോഡാണ്. പഞ്ചായത്ത് റോഡാകുമ്പോൾ ഇത് ഒന്നാക്കേണ്ട ഉത്തരവാദിത്വം ഇവിടുന്ന് ജയിച്ചു പോയ മെമ്പർക്കുണ്ട്. അതുപോലെ ഇവിടുന്ന് എന്താ പറയുക, ജയിച്ചു പോണ ബ്ലോക്കിൻ്റെ മെമ്പർക്കുണ്ട്, ജില്ലാ പഞ്ചായത്ത് മെമ്പർക്കുണ്ട്. എല്ലാവർക്കും, ജില്ലാ പഞ്ചായത്തിനും ബ്ലോക്ക് പഞ്ചായത്തിനും എല്ലാം ഈ റോഡിൻ്റെ ഈ അവസ്ഥയ്ക്ക് ഉത്തരവാദിത്വം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് നോക്കാം. നോക്കി മുന്നോട്ട് പോകുമ്പോൾ റോഡിൻ്റെ അവസ്ഥ ഉണ്ടോ, വളരെ പരിതാപകരമാണ്. എത്ര നാൾ ഈ റോഡ് നമ്മൾ സഹിക്കേണ്ടി വരും അറിയില്ല. ഇനി എത്ര നാൾ ഇപ്പം നിൽക്കുന്ന സ്ഥാനാർത്ഥികളോട് പറയുന്നത് നിങ്ങൾ റോഡ് എത്രയും പെട്ടെന്ന് ശരിയാക്കണം. അപ്പോൾ ഇതിന് സമീപത്തുള്ള മറ്റൊരു റോഡിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തു. അതായിരുന്നു ഏറ്റവും മോശം റോഡെന്നാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ 2 റോഡുകൾ തമ്മിൽ എന്താ പറയുക, മത്സരം കേട്ടോ. ഇതിപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ റോഡിന് 2ാം സ്ഥാനമേ ഉള്ളൂ. 1ാം സ്ഥാനം ഇതിനോട് ചേർന്നുള്ള മറ്റൊരു റോഡ് കൊണ്ടുപോയിരിക്കുകയാണ്. അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് കണ്ടു നോക്കുക. നമുക്ക് ഈ ഭാഗത്തേക്കുള്ള റോഡിൻ്റെ അവസ്ഥ ഉണ്ടോ, എന്തൊരവസ്ഥയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇത് എത്ര കാലമാണ് ഈ നാട്ടുകാർ സഹിക്കേണ്ടതെന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെ നിന്ന് കുറച്ച് ഭാഗം കുഴപ്പമില്ല. അതായത് ഈ റോഡിൻ്റെ നമുക്ക് ഉപയോഗിക്കാൻ കൊള്ളാവുന്നത് 10-50 മീറ്റർ മാത്രമാണ് നമുക്ക് സഞ്ചാരയോഗ്യമായിട്ടുള്ള റോഡുള്ളൂ. ബാക്കിയെല്ലാം തല്ലിപ്പൊളിയായിട്ടുള്ള റോഡാണ്. ഇപ്പോൾ ഈ ഭാഗങ്ങളിലൂടെ വരുന്ന ആൾക്കാർ വളരെ എണ്ണം കുറഞ്ഞിരിക്കുകയാണ്. കാരണം വെച്ചാൽ ഈ കുണ്ടും കുഴിലും ചാടി ഇവിടെയുള്ള ഓട്ടോക്കാരുടെയും അതുപോലെ തന്നെ പ്രൈവറ്റായിട്ടുള്ള ആൾക്കാരുടെയും എല്ലാം വണ്ടികളിലെ ടയർ പോകുന്നു, അലൈൻമെൻറ്റ് പോകുന്നു, 100 കണക്കിന് പ്രശ്നങ്ങളാണ്. ഇതിൽ നടക്കാൻ പോലും ആൾക്കാർക്ക് പറ്റുന്നില്ല. ഈ അവസ്ഥയാണ് റോഡിൻ്റെ. അപ്പം നമുക്ക് ഫണ്ടില്ല എന്ന് പറഞ്ഞ് നമുക്ക് ആർക്കും കൈയൊഴിയാൻ പറ്റത്തില്ല. പഞ്ചായത്ത് മെമ്പറിന് കൈയൊഴിയാൻ പറ്റത്തില്ല, അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിന് കൈയൊഴിയാൻ പറ്റത്തില്ല, ജില്ലാ പഞ്ചായത്തിന് കൈയൊഴിയാൻ പറ്റത്തില്ല, ഇവിടുത്തെ MLAക്ക് കൈയൊഴിയാൻ പറ്റത്തില്ല. അപ്പം എൻ്റെ ഏറ്റവും ഉത്തരവാദിത്വം ഇവിടുത്തെ മെമ്പറാണ് ബ്ലോക്കിലും അതുപോലെ ജില്ലാ പഞ്ചായത്തിലും എല്ലാം ഇടപെട്ട് ഇതിനുവേണ്ടി ഫണ്ട് അനുവദിപ്പിക്കേണ്ടതും അല്ലെങ്കിൽ MLA കണ്ട് അനുവദിപ്പിക്കേണ്ടതും എല്ലാം ഒരു മെമ്പർ ഉത്തരവാദിത്വമാണ്. ഇനി ജയിച്ചു പോകുന്ന ഒരു മെമ്പർ തീർച്ചയായിട്ടും ഈ റോഡിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിരിക്കണം. അല്ലെങ്കിൽ എത്ര കാലം ഈ നാട്ടുകാർ ഇതൊക്കെ സഹിക്കേണ്ടി വരും. അപ്പോൾ നമുക്കൊരു മഴക്കാലമായിട്ടുണ്ടെങ്കിൽ പോകാൻ പറ്റത്തില്ല, വേനൽക്കാലമായി പോകാൻ പറ്റത്തില്ല, നടക്കാനുള്ള ആൾക്കാർക്ക് പോലും ഇതിലൂടെ പോകാൻ പറ്റത്തില്ല. ആ അവസ്ഥയാണ് റോഡിൻ്റെ. 2 സൈഡിലും റോഡിൻ്റെ 2 സൈഡിലും പള്ളയെല്ലാം വളർന്നു നിൽക്കുവാണ്. ഇതൊക്കെ ആര് വെട്ടി ഒതുക്കുമെന്ന് നമുക്ക് അറിയില്ല. കാട് നിറഞ്ഞ ഭാഗങ്ങളാണ്. നമ്മൾ കഴിഞ്ഞൊരു റോഡിൻ്റെ വീഡിയോ കണ്ടു. ആ ഒരു റോഡും 17-ാം വാർഡിലെ റോഡാണ്.
എനിക്ക് ഈ വീഡിയോ കാണുന്ന ആളുകളോട് പറയാനുള്ളത്, ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്താൽ മാത്രമേ പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ എത്തുകയുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അടുത്ത് വോട്ട് അഭ്യർത്ഥിച്ച് വരുന്ന ഓരോ ആൾക്കാരും, ഓരോ സ്ഥാനാർത്ഥികളോടും നിങ്ങളുടെ പ്രശ്നങ്ങൾ, നമ്മുടെ ഈ റോഡിൻ്റെ പ്രശ്നങ്ങൾ ഉന്നയിക്കുക. ഈ റോഡിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിന് വേണ്ട പരിഹാരം ചെയ്യാൻ കഴിവുള്ള വ്യക്തികളെ മാത്രം ജയിപ്പിച്ചിടുക. പാർട്ടിയോ ചിഹ്നമോ നോക്കാതെ ഇതിനു വേണ്ടി ആർക്കാണോ ചെയ്യാൻ പറ്റുമോ, ആർക്കാണോ കഴിവുള്ളത്, ആ കഴിവുള്ള ആളെ വേണം ഇവിടെ നിന്ന് ജയിപ്പിച്ചു വിടാൻ. അല്ലാതെ നമുക്ക് ഒരു കഴിവില്ലാത്ത ആൾക്കാരെ ഇവിടെ നിന്ന് ജയിപ്പിച്ചു വിട്ട് ഒരു കാര്യമില്ല. എത്ര കാലം ഈ നാട്ടുകാർക്ക് ഈ റോഡിൽ കൂടെ ഇങ്ങനെ നടക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് വരുന്ന ഓരോ സ്ഥാനാർത്ഥികളും പറയേണ്ടത് ഈ റോഡിനൊരു പരിഹാരം ഉണ്ടാക്കണം തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ബൈ.